അഹം അഭിവാദേ. ഞാൻ എല്ലാവരെയും അഭിവാദനം ചെയ്യുന്നു. ഇവിടെ സംസ്കൃതത്തിൽ തന്നെ തുടങ്ങാൻ കാരണമുണ്ട്. അഭിവാദനം എന്നുള്ള വിഷയം നിങ്ങളെ കൂടുതൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ഇവിടെ വേദമാണ് വിഷയം, വൈദിക സംസ്കൃതം, വേദവിജ്ഞാനം. വേദവിജ്ഞാനം എന്ന് പറയുമ്പോഴും വേദം എന്ന് പറയുമ്പോഴും അതിബൃഹത്തായ ഒരു സാഹിത്യശാഖയാണ്, വളരെ ചെറിയതല്ല. മഹാഭാരതത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ മഹത്വാത് ഭാരവത്വാച്ച മഹാഭാരതം, മഹത്വം കൊണ്ടും ഭാരം കൊണ്ടും ഇത് അതിമഹത്തായ ഒരു വിഷയമാണ് വേദം എന്നുള്ളത്. ഋഗ്വേദത്തിൻ്റെ ഭാഷാഭാഷ്യം നമുക്ക് പകർന്നു തന്ന OMC നാരായണൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തിൻ്റെ വാള്യങ്ങൾ, ഋഗ്വേദ ഭാഷാഭാഷ്യം വാള്യങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ അറിയാം അത്രമാത്രം ബൃഹത്താണ്. മഹാകവി വള്ളത്തോളിൻ്റെ ഋഗ്വേദ പരിഭാഷ, ബാലഗംഗാധര തിലകൻ്റെയും മാക്സ് മുള്ളറുടെയും പഠനങ്ങൾ, വേദബന്ധു ആചാര്യ നരേന്ദ്രഭൂഷൺ ഇവരുടെ പഠനങ്ങൾ, ഇവരുടെ വ്യാഖ്യാനങ്ങൾ, ഇതെല്ലാം വേദ സാഹിത്യ ശാഖയെ അത്യധികം സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അതിവിപുലമായ വിഷയമാണ് ഞാൻ വളരെ ചുരുക്കത്തിൽ, വളരെ ഹ്രസ്വമായി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. വലിയ ആൾക്കാർ വിരാജിച്ച അരങ്ങിലേക്കാണ് ഞാൻ പാദപ്രവേശനം നടത്തുന്നത്. ചൊല്ലേറിയ വാൽമീകി മഹാമുനി ചൊല്ലിയ രാമായണമിനിയേതും വല്ലാതെ ഞാനിന്നുര ചെയ്വത് മനസ്സി പൊറുക്ക മഹാജനമെല്ലാം ഉല്ലാസത്തോട് വിനയാതനയനുയർന്ന് പറന്ന ആകാശയെ മറ്റൊരു കൊല്ലാം അക്ഷിക തന്നാലാവതു ചൊല്ലുവതിന്നാരേ മുനിയുന്നേൻ എന്ന് കണ്ണശ്ശരാമപ്പണിക്കർ പറഞ്ഞതുപോലെ, ഗരുഡൻ ആകാശത്തിൽ പറക്കുന്നത് കണ്ട് ഈച്ചകൾ പറക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് അദ്ദേഹം വാൽമീകി എഴുതിയ രാമായണത്തെക്കുറിച്ച് എഴുതാൻ പോകുന്നത്. ഇവിടെയും മഹാരഥന്മാർ വിരാജിച്ച ഒരു പാതയിലേക്കാണ് ഞാനിത് വളരെ ചുരുങ്ങിയിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ചും ഇത്തരം പഠനങ്ങൾ വളരെ ചെറിയ വീഡിയോ ആയിട്ട് മാത്രമേ അവതരിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ കടക്കാം. അഭിവാദയെ. ഇപ്പോൾ സംസ്കൃതത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ദേവവാണി. അപ്പം ദേവവാണി എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നുണ്ടായ വാണി എന്നത് കൂടാതെ ദൈവവുമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന വാണി എന്നുകൂടെ അർത്ഥമുണ്ട്. അപ്പോൾ സാധാരണ ഒരു ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ സാധകനായാലും പൂജകനായാലും അഭിവാദയെ എന്ന് പറഞ്ഞ് അതാളുടെ പേരും അതിനോട് ചേർത്ത് പറയും. എന്നിട്ട് ആണ് ദേവനെ അഭിവാദനം ചെയ്യുക. എന്നിട്ട് അഹമസ്മി ഭോ, ഇതാ ഞാനാകുന്നു, ഇന്നാളവിടെ വന്നിരിക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നു. പിന്നീടാണ് ബാക്കി ഉപചാരങ്ങളൊക്കെ നടത്തുന്നത്. ഇപ്പം ദേവനുമായിട്ട് അഭിവാദനം ചെയ്ത് സംഭാഷണം ചെയ്യുമ്പോൾ അത് ആംഗികമായും വാചികമായും ആഹാര്യവുമായിട്ടൊക്കെ പെരുമാറാൻ സാധിക്കും എന്നുള്ളതാണ്. ആംഗികമായിട്ട് അംഗന്യാസങ്ങൾ, കരന്യാസങ്ങൾ, വാചികമായിട്ട് ദേവനുമായിട്ടുള്ള സംസാരം, അത് ദേവവാണിയിലുള്ള സംസാരം, ആഹാരം, അതിനനുസരിച്ച വേഷവിധാനങ്ങൾ, അങ്ങനെയാണ്. ഇവിടെ ദേവവാണി എന്ന് പറയുമ്പോൾ, വാണി എന്ന് പറയുമ്പോൾ ആംഗികവും വാചികവുമായുള്ള പ്രകടനങ്ങൾക്കാണ് പ്രാധാന്യം. ഇപ്പോൾ ഈ അഭിവാദനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദേവനോട് മാത്രമല്ല അഭിവാദനം ചെയ്യുക, ആരെ കണ്ടു കഴിഞ്ഞാലും അഭിവാദനം ചെയ്യണമെന്നുള്ളതാണ്. അഭിവാദനശീലസ്യ നിത്യം വൃദ്ധോപസേവിന ചത്വാരി തത്ര വർദ്ധന്തേ
ആയുർവിദ്യ യശോ ഗുണം എന്നുള്ളതാണ്. അഭിവാദനശീലമുള്ളവനും എപ്പോഴും മുതിർന്നവരെ ബഹുമാനിക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർക്ക്, അഭിവാദനശീലവും മുതിർന്നവരെ ബഹുമാനിക്കുക എന്നുള്ള ശീലമുള്ളവർക്ക് ആയുസ്സും വിദ്യയും യശസ്സും ഗുണവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അഭിവാദനം ചെയ്യുക എന്നുള്ളത് ലോകത്തിൽ ആദ്യമായിട്ട് തന്നെ ആരംഭിച്ചത് ഈ ഭാഷയിലായിരിക്കണം. അതാണ് അഭിവാദനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം. അഭിവാദയെ എന്ന് പറഞ്ഞാൽ ഞാൻ അഭിവാദനം ചെയ്യുന്നു എന്നുള്ളത്. അഭിവാദയത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അഭിവാദനം ചെയ്യുന്നു എന്നാണ്. അഭിവാദയന്തേ അവർ അഭിവാദനം ചെയ്യുന്നു. അഭിവാദയദ്വേ അഭിവാദയസേ നീ അഭിവാദനം ചെയ്യുന്നു. അഭിവാദയദ്വേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നു. അഭിവാദയാമഹേ എന്ന് പറയുമ്പോൾ ഞങ്ങൾ അഭിവാദനം ചെയ്യുന്നു. ഈ രീതിയിലാണ് അതിൻ്റെ അർത്ഥങ്ങൾ വരിക. അപ്പോൾ അഭിവാദനം ചെയ്യുക, അതുപോലെയാണ് നമസ്കരിക്കുക എന്നുള്ളത്. നമ്മൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ പാദ നമസ്കാരം, അഷ്ടാംഗ നമസ്കാരം എന്നുള്ളത് കൂടാതെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമസ്കാരം പറയുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അത് വൈദിക ഭാഷയിലാകുമ്പോൾ നമസ്കരോതി, നമസ്കരോമി എന്നൊക്കെയാണ്. അപ്പം നമസ്കാരം എന്നുള്ള ആ വാക്ക് ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ തമിഴിൽ വ്യത്യാസമുണ്ട്. തമിഴിൽ വ്യത്യാസമുണ്ടെങ്കിലും വണക്കം എന്നാണ് പറയാറ്. നമസ്കാരം എന്നും ഉപയോഗിക്കാറുണ്ട്. കർണാടകവും നമസ്കാര എന്ന് ഉപയോഗിക്കുന്നു. അത് മറ്റു ഭാഷകളൊക്കെ നമസ്കാർ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ നമസ്കാരം എന്നുള്ള വാക്ക് ഇന്ത്യൻ ഭാഷകളിൽ വളരെ പ്രസിദ്ധമാണ്. മലയാളത്തിലും നമസ്കാരം എന്നാണ് പറയാറുള്ളത്. കേരളത്തിലെ തന്നെ ഇരുള ഭാഷയിൽ നമസ്കാരം എന്നുള്ളതിൽ എല്ലാവർക്കും കുമുടു എന്നാണ് പറയാറ്. അത് സംസാരം തുടങ്ങുമ്പോഴോ അവസാനിക്കുമ്പോഴൊക്കെ കുമുടു എന്നാണ് പറയാറ്. തുളുവിൽ സോൾമേലു എന്നാണ് പറയാറ്. ബാക്കി വളരെയധികം ഭാഷകളിൽ നമസ്കാരം എന്നുള്ള പദത്തിനാണ് പ്രാമാണ്യം ലഭിച്ചിട്ടുള്ളത്. അപ്പം അതിൽ വൈദിക സംസ്കൃതത്തിലെ 4 പ്രധാന വാക്കുകൾ, മറ്റ് നേരത്തെ പറഞ്ഞ വാക്കുകൾ കൂടാതെ ഉള്ള പ്രധാന 4 വാക്കുകളാണ് നമ, സ്വസ്തി, സ്വധ, സ്വാഹ. നമ അസ്തു എന്ന പ്രയോഗം നമുക്കെവിടെയും കാണാൻ പറ്റും. ബ്രഹ്മാവ് വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അന്തിമ ഭാഗത്തിൽ ബ്രഹ്മാവ് പറയുന്നത് അറിയാം. നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദ അക്ഷിശിരോരുബാഹവേ സഹസ്രനാമ്നെ പുരുഷായ ശാശ്വതേ സഹസ്രകോടി യുഗധാരിണേ നമ. അവിടെ നമായുടെ പ്രയോഗം, നമ അസ്തു, അവസാനം നമ എന്നുള്ള പ്രയോഗം. അപ്പം നമസ്കരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ബ്രഹ്മാവ് വിഷ്ണു ഭഗവാനെ നമസ്കരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉള്ള ശ്ലോകം. അപ്പോൾ നമുക്ക് ഏത് നോക്കി നമ്മൾ ദേവന്മാരെ നമോസ്തു സർപ്പേഭ്യോ ഏ കേജ പൃഥിവീ തനു ഏ അന്തരീക്ഷേ ഏ ദിവിതേഭ്യ സർപ്പേഭ്യോ നമ. അപ്പം അങ്ങനെ ഏത് മന്ത്രങ്ങൾ എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ നമ എന്നുള്ളതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഓം ആദ്യമുണ്ടാകും, പിന്നെ നമയിൽ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ്. മറ്റൊന്ന് സ്വസ്തിയാണ്. സ്വസ്തി വളരെ പ്രധാന. സ്വസ്ത്യസ്തു തേ കുശലമസ്തു, സ്വസ്തി ഭവിക്കട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം, അവിടെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതിൽ സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാസമസ്ത സുഖിനോ ഭവന്തു. അവിടെയൊക്കെ സ്വസ്തിയുടെ പ്രയോഗം കാണാൻ നല്ലത് ഭവിക്കട്ടെ, ശുഭമായി ഭവിക്കട്ടെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സ്വാഹ എന്ന പദം, സ്വാഹ വൈദിക സംസ്കൃതത്തിലാണ്. ലൗകിക സംസ്കൃതത്തിൽ അതത്ര പ്രാധാന്യമുള്ള വാക്കല്ല.
പ്രാധാന്യമില്ലാത്തതിനാലല്ല. വൈദിക സംസ്കൃതത്തിൽ മന്ത്രങ്ങളിലും തന്ത്രാദികളിലൊക്കെയാണ് അതിൻ്റെ ഉപയോഗം കൂടുതൽ. ഇപ്പൊ സ്വാഹ സ്വാഹ ഏത് മന്ത്രങ്ങളുടെയും അവസാനം സ്വാഹ, ഇതെല്ലാം ഇതിനായിട്ട് നന്മയ്ക്കായി കൊണ്ട് ഈ ദ്രവ്യം അർപ്പിക്കുന്നു, ഈ ഘൃതം അർപ്പിക്കുന്നു, ഈ ആജ്യം അർപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഹ നന്മയ്ക്കായിക്കൊണ്ട് ഇത് അങ്ങോട്ട് അർപ്പണം ചെയ്യുന്നു എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. സ്വധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിതൃഭ്യ സ്വധ എന്നുള്ളതാണ്. പിതൃക്കളോട് പറയുമ്പോൾ, പിതൃക്കൾക്കായിക്കൊണ്ട് സമർപ്പിക്കുമ്പോൾ സ്വധ എന്നുള്ള വാക്കിനാണ് പ്രാധാന്യം. അസത്യേന രചതാ വർത്തമാനോ നിവേശേൻ അമൃതം മർത്യന്റെ ദേവോയാദി ഭുവനാനി പശ്യന്ത സ്വാഹ എന്ന് പറയുന്നത് സൂര്യന് നവഗ്രഹ ശാന്തിയിൽ നവഗ്രഹ പൂജയിൽ സൂര്യൻ അർപ്പിക്കുമ്പോൾ ആ മന്ത്രം ചൊല്ലിയിട്ട് സ്വാഹ എന്ന് പറയുന്നു. ഓം നമോ നാരായണായ സ്വാഹ. അങ്ങനെയൊക്കെയാണ് സ്വാഹയുടെ പ്രയോഗം. പിതൃഭ്യ സ്വധ എന്നാണ് പ്രയോഗിക്കേണ്ടത്. മറ്റല്ലാതെ പ്രധാന ചില വാക്കുകൾ നമ്മളെല്ലാ ഭാഷയിലും പ്രയോഗിക്കാറുണ്ട്. ശ്രീ എന്നുള്ള പദം, അതുപോലെ അത് പുരുഷനെ ആവുമ്പോൾ ശ്രീമാൻ എന്നുള്ള പ്രയോഗം, ശ്രീമതി എന്നുള്ള പ്രയോഗം, ഋത്വിക് എന്നുള്ള പ്രയോഗം, ഹോതാവ് എന്നുള്ള പ്രയോഗം, അങ്ങനെ പല പല വാക്കുകൾ ഇതിൽ വളരെ മുഖ്യമാണ്. കൂടുതലായുള്ള പദങ്ങൾ മറ്റു വ്യാഖ്യാനങ്ങളിലൂടെയും അർത്ഥങ്ങളിലൂടെയും പഠിക്കാൻ എല്ലാവരും ശ്രമിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി.